വത്തിക്കാൻ ഡയറിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽക്കാല വിശ്രമത്തിനായി കാസിൽ ഗുണ്ടോൾഫിലെത്തിയ ലിയോ പതിനാലാമൻ പാപ്പ ഇമ്മാക്കുലേറ്റ് കൺസംഷൻ ഓഫ് ദ പുവർ ക്ലെയർ ഓഫ് അൽബാനോ സന്ദർശിച്ചു. പേപ്പൽ വില്ലയുടെ സമീപത്ത് തന്നെയാണ് ഈ കോൺവെന്റ്. ജൂലൈ 15 തീയതി രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷമായിരുന്നു പാപ്പ കോൺവെന്റ് സന്ദർശിച്ചത്. ഹൃദ്യമായ സ്നേഹത്തോടും ആദരപൂർവമായ പെരുമാറ്റത്തോടും കൂടി സിസ്റ്റേഴ്സ് പാപ്പയ്ക്ക് ഉചിതമായ സ്വീകരണം നൽകി. കോൺവെന്റിലെ ചാപ്പലിൽ പ്രാർത്ഥിച്ച പാപ്പ സിസ്റ്റേഴ്സ് ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുകയും സംസാരിക്കുകയും ചെയ്തു. മനോഹരമായ ജീവിതസാക്ഷ്യമാണ് നിങ്ങൾ നൽകുന്നതെന്ന് പാപ്പ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. പാപ്പയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക എന്നതാണ് ഈ സിസ്റ്റേഴ്സിൻ്റെ ദൗത്യം. പോപ്പ് ഉർബൻ 8 കാലത്ത് 1631 ആൽബാനോയിലെ പൂവർ ക്ലെയർ മൊണാസ്ട്രി ആരംഭിച്ചത്. തുടക്കകാലം മുതൽ തന്നെ പരിശുദ്ധ സിംഹാസനവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സന്യാസിനി സമൂഹമാണ് ഇവരുടേത്. കാതറിന സാവല്ലി രാജകുമാരി സിസ്റ്റർ ഫ്രാൻസിസ്കോ ഫർണസയ്ക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കോൺവെന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അസീസിയിലെ ക്ലാരയുടെ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ നിശബ്ദതയും പ്രാർത്ഥനയും ധ്യാനവുമായുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നത്. വേനൽക്കാല വിശ്രമത്തിനായി വരുന്ന പാപ്പമാരെ സ്വീകരിക്കുന്നത് കാലങ്ങളായുള്ള ഇവരുടെ പതിവാണ്. 2013 ജൂലൈയിലാണ് പോപ്പ് ഫ്രാൻസിസ് ഇവിടം സന്ദർശിച്ചത്. സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വലുതാണ് സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയെന്നാണ് അഭിപ്രായപ്പെട്ടത്. 2007 പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പയും 1979 ജോൺ പോൾ 2 മാർപ്പാപ്പയും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട്. ഈ പാരമ്പര്യം തുടർന്നാണ് ലിയോ 14 പാപ്പയും ഇവിടെ എത്തിയത്. ആശ്രമത്തിലെ സന്ദർശക ഡയറിയിൽ ഒപ്പുവയ്ക്കാനും പാപ്പ മറന്നില്ല. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുപ്പാത്രങ്ങൾ പാപ്പ സിസ്റ്റേഴ്സിന് സമ്മാനിച്ചപ്പോൾ ഈശോയുടെ മുഖത്തിൻ്റെ ഐക്കണാണ് സിസ്റ്റേഴ്സ് പാപ്പയ്ക്ക് സമ്മാനിച്ചത്. കാസിൽ ഗുണ്ടോൾഫ മനോഹരമായ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി കഴിഞ്ഞ വാരം സാക്ഷ്യം വഹിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഓർത്തഡോക്സ് കത്തോലിക്ക തീർത്ഥാടക സംഘമാണ് മാർപ്പാപ്പയെ സന്ദർശിച്ചത്. കർദിനാൾ ജോസഫ് ടോബിൻ്റെയും അമേരിക്കയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച് ബിഷപ്പ് എൽപിഡോഫോറസിൻ്റെയും നേതൃത്വത്തിലുള്ള എക്യുമെനിക്കൽ ഗ്രൂപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കാസിൽ ഗുണ്ടോൾഫയിലെത്തിയത്. വിശ്വാസത്തിൻ്റെ വേരുകളിലേക്കുള്ള മടക്കയാത്രയാണ് ഇതെന്ന് മാർപ്പാപ്പ ഈ തീർത്ഥാടനത്തെ വിശേഷിപ്പിച്ചു. നിങ്ങളുടെ തീർത്ഥാടനം എക്യുമെനിക്കൽ മുന്നേറ്റത്തിന് നിരവധിയായ ഫലങ്ങൾ നൽകുന്നുവെന്നും അത് ക്രിസ്തു ശിഷ്യന്മാർക്കിടയിൽ പൂർണ്ണ ഐക്യത്തിന് കാരണമായി തീരുമെന്നും പാപ്പ പറഞ്ഞു. തൻ്റെ പൊന്തിഫിക്കേറ്റിൻ്റെ കേന്ദ്ര വിഷയമായ ക്രിസ്തീയ ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ വീണ്ടും ആവർത്തിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്ക ബർത്തലോമിയോ ഒന്നാമനോടുള്ള തൻ്റെ സ്നേഹം അറിയിക്കണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. നിക്ക സൂനകദോസിൻ്റെ 1700 വാർഷികവും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി ആചരണ വർഷവും പ്രമാണിച്ചാണ് ഈ തീർത്ഥാടനം സംഘടിപ്പിക്കപ്പെട്ടത്. മലയാളികൾ എന്ന നിലയിൽ നമുക്കെല്ലാം അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയുടെ വിശേഷം ഇനി പങ്കുവയ്ക്കാം. വത്തിക്കാനിൽ വീണ്ടും മലയാള തിലക്കമുണ്ടായതിനെക്കുറിച്ചാണ് ആ വാർത്ത. മതാന്തര സംവാദ തിരുസംഘത്തിൻ്റെ തലവനായി കർദിനാൾ മാർ ജോർജ് കൂവുകാടിനെ നിയമിച്ചതിന് പിന്നാലെ തിരുസംഘത്തിലേക്ക് വീണ്ടും ഒരു മലയാളി കൂടി. മലയാളിയും ആഗ്ര അതിരൂപത ആർച്ച് ബിഷപ്പുമായ ഡോക്ടർ റാഫി മഞ്ഞളിയാണ് ഈ സംഘത്തിലേക്ക് പുതുതായി നിയമിതനായിരിക്കുന്നത്. ആർച്ച് ബിഷപ്പ് ഡോക്ടർ റാഫിയുടെ നിയമനത്തോടെ മതാന്തര സംവാദ തിരുസംഘത്തിന് കൂടുതൽ ശോഭ കൈവന്നിരിക്കുകയാണ്. തൃശൂർ സ്വദേശിയായ ആർച്ച് ബിഷപ്പ് റാഫി 2020 നവംബർ 12 ആഗ്ര ആർച്ച് ബിഷപ്പായി നിയമിതനായത്. അടുത്തതായി ബെനഡിക്ട് 16 അന്താരാഷ്ട്ര ഫൗണ്ടേഷനിലെ അംഗമായി മലയാളി വൈദികൻ നിയമിതനായി. CBSI ഡോക്ടറൽ ഓഫീസ് സെക്രട്ടറിയും വടവാതൂർ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിൽ പ്രൊഫസറുമായ റെവറൻഡ് ഡോക്ടർ തോമസ് വടക്കേലാണ് വത്തിക്കാനിലെ ജോസഫ് റാറ്റ്സിംഗർ ബെനഡിക്ട് 16 ഫൗണ്ടേഷനിലെ അംഗമായി നിയമിതനായിരിക്കുന്നത്. ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16 പാപ്പയുടെ ദേവശാസ്ത്രപരമായ വീക്ഷണങ്ങൾക്ക് പ്രചാരം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2007 ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ഫൗണ്ടേഷനുള്ള സാമ്പത്തിക സ്രോതസ് പ്രധാനമായും ബെനഡിക്ട് 16 പാപ്പയുടെ കൃതികളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. 2007 പുറത്തിറക്കിയ നസറത്തിലെ യേശു എന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടിയ വരുമാനമായിരുന്നു ഫൗണ്ടേഷന്റെ ആദ്യത്തെ സാമ്പത്തിക അടിത്തറ. ചാരിറ്റിയായും സംഭാവനകൾ ലഭിക്കുന്നുണ്ട്. പാലാരൂപതയിലെ മല്ലികശ്ശേരി ഇടവക അംഗമാണ് റെവറൻഡ് ഡോക്ടർ തോമസ് വടക്കേൽ. യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർബാധം തുടരുമ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളെക്കുറിച്ച് നാം അറിയാതെ പോകരുത്. ദുരിതഭൂമിയിൽ ആശ്വാസമായി പാപ്പ നടത്തിയ ഇടപെടലാണ് കഴിഞ്ഞ വാരം ലോകം ശ്രദ്ധിച്ച മറ്റൊരു കാര്യം. യുദ്ധം മൂലം ദുരിതത്തിലായിരിക്കുന്ന യുക്രൈനിലെ ജനങ്ങൾക്ക് ലിയോ 14 പാപ്പയുടെ സ്നേഹസ്വാന്തനം. യുക്രൈനിലെ സ്താറി സൾത്തീവ്, ഷെവ്ചെൻകോവ് എന്നിവിടങ്ങളിലേക്കാണ് ഭക്ഷ്യവസ്തുക്കൾ പാപ്പയുടെ നിർദ്ദേശാനുസരണം റോമിലെ വിശുദ്ധ സോഫിയയുടെ നാമത്തിലുള്ള ബസിലിക്ക കയറ്റി അയച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂണിലും യുക്രൈനിലേക്ക് ഭക്ഷ്യവസ്തുക്കളും കളിപ്പാട്ടങ്ങളും കിടക്കകളും കയറ്റി അയച്ചിരുന്നു. യുക്രൈന് പുറമെ ചുഴലിക്കാറ്റിലും പേമാരിയിലും ദുരിതമനുഭവിക്കുന്ന തായ്വാനിലേക്കും ലിയോ പാപ്പ സഹായം അയച്ചു. വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളുടെയും ദുരിതങ്ങളിൽ ഞെരുങ്ങിക്കഴിയുന്ന തായ്വാനിലെ ആളുകൾക്ക് വേണ്ടി പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു.
ലോകം കഴിഞ്ഞ ആഴ്ചയിൽ ലിയോ പൊന്നല്ലമൻ പാപ്പയ്ക്ക് നൽകിയ പുതിയൊരു വിശേഷണമാണ് പാപ്പ പോപ്പ്. ഇതിന് കാരണം വാക്കുകളേക്കാൾ 10,000 മടങ്ങ് ശബ്ദിക്കുന്ന ചില ചിത്രങ്ങളായിരുന്നു. പിതൃസഹജമായ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി ഒരു കുട്ടിയെ പാപ്പ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത്. 3 രംഗങ്ങളാണ് ഫാദർ ബ്രൂണോ സിൽവർസ്ട്രീനി പകർത്തിയ ഈ ചിത്രത്തിന് ഉള്ളത്. ആദ്യത്തേതിൽ നാം കാണുന്നത് നടന്നുവരുന്ന പാപ്പയ്ക്ക് നേരെ ഒരു കുഞ്ഞുകുട്ടി നടന്നുവരുന്നതാണ്. രണ്ടാമത്തെ രംഗത്തിൽ പാപ്പ കുഞ്ഞിന് നേരെ കൈകൾ വിരിച്ചു പിടിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ പാപ്പ കുഞ്ഞിനെ ആശ്ലേഷിക്കുന്നു. കുഞ്ഞാകട്ടെ യാതൊരു വിധത്തിലുള്ള ഭയവും കൂടാതെ പരിധികളും പരിമിതികളുമില്ലാതെ പാപ്പയുടെ നെഞ്ചോട് ചേർന്ന് പിതൃഹൃദയത്തിന്റെ തുടിപ്പ് മനസ്സിലാക്കി എന്നോണം ചേർന്ന് നിൽക്കുന്നു. ഹാ, എന്തൊരു മനോഹരമായ ചിത്രം! വത്തിക്കാൻ സമ്മർ ക്യാമ്പിൽ ഒരു കൊച്ചു പെൺകുട്ടി വരച്ച ചിത്രത്തെ പ്രശംസിച്ച് അവൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പാപ്പയും പോയ വാരത്തിലെ ഹൃദ്യമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു. കുട്ടികളെ അവരുടെ വീക്ഷണകോണിലൂടെ കാണുകയും ലോകത്തെ അവരുടെ കണ്ണുകളിലൂടെ കാണുകയും ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ അതേക്കുറിച്ച് പ്രതികരിച്ചത്. പെറുവിൽ ശുശ്രൂഷ ചെയ്ത അവസരം മുതൽ തന്നെ പാപ്പയുടെ ശൈലി ഇതായിരുന്നു. ഈ സ്വഭാവത്തിന് മാർപ്പാപ്പ പദവിയിലെത്തിയിട്ടും മാറ്റം വരുത്തിയിട്ടില്ല. കുട്ടികളെ കാണുമ്പോഴെല്ലാം അവരുടെ ലെവലിലേക്ക് മാറാൻ അദ്ദേഹത്തിന് അന്നേ സാധിച്ചിരുന്നു. കുട്ടികളോടുള്ള പാപ്പയുടെ സ്നേഹം ഇതിനു മുൻപും ലോകം ശ്രദ്ധിച്ചിരുന്നു. മെയ് 18 പോപ്പ് മൊബൈലിൽ യാത്ര ചെയ്യവേ പെട്ടെന്ന് വാഹനം നിർത്തുകയും പാപ്പ അമേരിക്കക്കാരായ 2 ശിശുക്കളെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു. തീർത്ഥാടക സംഘത്തിനൊപ്പം എത്തിയതായിരുന്നു ആ കുഞ്ഞുങ്ങൾ. ഇസ്രായേൽ പ്രധാനമന്ത്രിയും ലിയോ പൊന്നല്ലമൻ പാപ്പയും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തി. ജൂലൈ 18 രാവിലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ലിയോ പാപ്പയും തമ്മിലുള്ള ഫോൺ സംഭാഷണം നടന്നതെന്ന് വത്തിക്കാൻ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നു. ജൂലൈ 17 ഗാസയിലെ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പിറ്റേന്ന് തന്നെ നെതന്യാഹു മാർപ്പാപ്പയെ വിളിച്ച് സംസാരിച്ചത്. ഗാസയിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്തിയ പാപ്പ കുട്ടികളും വയോജനങ്ങളും രോഗികളും ഈ ആക്രമണത്തിൽ കടുത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. വെടിനിർത്തലിൽ എത്തിച്ചേരാനും യുദ്ധം അവസാനിപ്പിക്കാനും പാപ്പ അഭ്യർത്ഥിച്ചു. പലസ്തീനിലെയും ഇസ്രായേലിലെയും വിശ്വാസികളെയും ആരാധനാലയങ്ങളെയും മാത്രമല്ല സകല ജനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും പാപ്പ വ്യക്തമാക്കി. ഈ ആക്രമണത്തിൽ ഇടവക വികാരി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചിലർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരുന്നു. ആക്രമണം നടന്ന അന്നുതന്നെ സംഭവത്തിലുള്ള തന്റെ വേദന പാപ്പ സമൂഹമാധ്യമമായ എക്സിലൂടെ അറിയിച്ചിരുന്നു. റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലിയോ പൊന്നല്ലമൻ പാപ്പയുടെ സ്ഥാനാരോഹണത്തിന് ശേഷം വാർത്തകളിൽ നിറഞ്ഞതെന്ന ദേവാലയമായിരുന്നു ഇത്. ഇനി സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. മാർപ്പാപ്പമാർ സാർവത്രിക സഭയുടെ തലവന്മാർ മാത്രമല്ല, റോം രൂപതയുടെ മെത്രാൻ കൂടിയാണ്. റോമ മെത്രാന്റെ സ്ഥാനിക ദേവാലയമാണ് സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക. 2025 മെയ് 18 വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി പൊന്തിഫിക്കറ്റ് ആരംഭിച്ച ലിയോ 14 മാർപ്പാപ്പ മെയ് 25 റോമ രൂപതയുടെ മെത്രാൻ സ്ഥാനം ഏറ്റെടുത്തത്. സെയിന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ കുർബാന അർപ്പിച്ചുകൊണ്ടായിരുന്നു റോമ രൂപതയുടെ മെത്രാൻ എന്ന നിലയിൽ പാപ്പ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത്. റോമിലെ ചേലിയൻ കുന്നിൽ നിർമ്മിച്ച ഈ ദേവാലയം റോമിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായിരുന്നു. വത്തിക്കാൻ സിറ്റിക്ക് വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ ഭാഗമാണ് ഈ ദേവാലയം. റോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലാറ്ററൻ ബസിലിക്കയ്ക്കാണ് ആ സ്ഥാനം. 4 പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ ഏറ്റവും പഴക്കമേറിയതും ഉയർന്ന റാങ്കുള്ളതുമായ ഈ ദേവാലയം റോമിലെ 7 തീർത്ഥാടന പള്ളികളിൽ ഒന്നാണ്. പാശ്ചാത്യ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ബസിലിക്കയുമാണിത്. നഗരത്തിലെയും ലോകത്തിലെയും എല്ലാ പള്ളികളുടെയും അമ്മയും തലവനും എന്നാണ് ബസിലിക്ക അറിയപ്പെടുന്നത്. AD 324 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മേൽനോട്ടത്തിലാണ് ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത്. പോപ്പ് സിൽവസ്റ്റർ 1 കൂദാശ നിർവഹിച്ചത്. 2 തവണ ബസിലിക്ക പുനഃസമർപ്പിക്കപ്പെട്ടു. ആദ്യം 10-ാം നൂറ്റാണ്ടിലും പിന്നെ 12-ാം നൂറ്റാണ്ടിലും. വിശുദ്ധ സ്നാപക യോഹന്നാന്റെയും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെയും പേരിലായിരുന്നു അക്കാലത്ത് ബസിലിക്ക അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വിശുദ്ധ രക്ഷകന്റെയും വിശുദ്ധരായ യോഹന്നാൻ സ്നാപകന്റെയും യോഹന്നാൻ സുവിശേഷകന്റെയും ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. ഹെൻറി 4 രാജാവ് മുതൽ ഇതുവരെയുള്ള ഫ്രാൻസിന്റെ രാഷ്ട്രതലവന്മാർ കൈവശം വച്ചിരിക്കുന്ന സവിശേഷ പദവിയാണ് ലാറ്ററൻ ആർച്ച് ബസിലിക്കയുടെ ഓണററി കാനൺ എക്സ് ഒഫിഷ്യോ പദവി. ദേവാലയത്തിന്റെ ഉൾഭാഗം മുഴുവൻ മനോഹരമായ കലാസൃഷ്ടികളാണ്. 17-ാം നൂറ്റാണ്ടിലാണ് അവ നിർമ്മിച്ചത്. ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പുകളിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുശേഷിപ്പുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ അൾത്താരയുടെ വശത്തുള്ള ഒരു മേശ അന്ത്യ അത്താഴ മേശയാണെന്നും
ആർച്ച് ബസിലിക്കയ്ക്കുള്ളിൽ 6 പേപ്പൽ ശവകുടീരങ്ങളും സ്ഥിതി ചെയ്യുന്നു. അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പ, സെർജിയസ് 4-ാമൻ മാർപ്പാപ്പ, ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പ, മാർട്ടിൻ 5-ാമൻ മാർപ്പാപ്പ, ഇന്നസെന്റ് 3-ാമൻ മാർപ്പാപ്പ, ലിയോ 12-ാമൻ മാർപ്പാപ്പ എന്നിവരുടേതാണ് അവ. ജൂബിലി പ്രമാണിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ 29-ന് ലാറ്ററൻ ബസിലിക്കയുടെ വിശുദ്ധ വാതിൽ തുറന്നു കൊടുത്തിരുന്നു. എല്ലാ വർഷവും പെസഹ വ്യാഴാഴ്ച മാർപ്പാപ്പമാർ ഇവിടെയാണ് കുർബാന അർപ്പിക്കുന്നത്. ഇറാഖിലെ അൽകുത്തിൽ കോർണിച്ചി ഹൈപ്പർ മാർക്കറ്റ് എന്ന ഷോപ്പിംഗ് സെന്ററിലുണ്ടായ അഗ്നിബാധയിൽ ലയോ 14-ാമൻ പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. 5 നില കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ 70ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചു. ഒരാഴ്ച മുമ്പാണ് ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. 16-ാം തീയതിയായിരുന്നു ദുരന്തമുണ്ടായത്. മരണമടഞ്ഞവരെയും പരിക്കേറ്റവരെയും പാപ്പ അനുസ്മരിക്കുകയും ഈ ദുരന്തം മൂലം വേദനിക്കുന്ന കുടുംബങ്ങളോടുള്ള ആത്മീയ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായി പാപ്പയ്ക്ക് വേണ്ടി കർദിനാൾ പിയത്രോ പരോളിൻ അയച്ച അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ സൗന്ദര്യവും പ്രാധാന്യവും അനുഭവിക്കുന്നതിനുള്ള ദൈവിക സമയമാണ് വേനൽക്കാലമെന്നും അത് മറ്റുള്ളവരോട് കൂടുതൽ തുറവിയുള്ളവരാകാനും അവരെ സ്വാഗതം ചെയ്യാനും നമ്മെ സഹായിക്കുമെന്നും ലയോ 14-ാമൻ പാപ്പ. നിശബ്ദത, ധ്യാനം, മറ്റുള്ളവരുമായി ചെലവഴിക്കാനുള്ള സമയം എന്നിവയിലൂടെ ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സമയമാണ് അവധിക്കാലമെന്നും പാപ്പ നിരീക്ഷിച്ചു. കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ പാപ്പ അൽബാനോയിലെ സെന്റ് പാൻക്രാസ് കത്തീഡ്രൽ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയർപ്പിച്ച് വചന സന്ദേശം നൽകുകയായിരുന്നു. സേവനവും കേൾവിയും ആതിഥ്യമര്യാദയുടെ 2 മുഖങ്ങളാണെന്ന് ലൂക്കാസ് വിശേഷത്തിലെ മർത്തയുടെയും മറിയത്തിന്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് പാപ്പ വ്യക്തമാക്കി. വിശുദ്ധ അഗസ്റ്റീന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പാപ്പ സന്ദേശം നൽകിയത്. ഈ 2 സ്ത്രീകൾ 2 ജീവിതങ്ങളെ പ്രതീകപ്പെടുത്തുന്നു: വർത്തമാനവും ഭാവിയും. അധ്വാനത്തിൽ ജീവിച്ചൊരു ജീവിതവും വിശ്രമ ജീവിതവും. ഒന്ന് കഷ്ടപ്പാടിലും മറ്റൊന്ന് അനുഗ്രഹീതമായും. ഒന്ന് താൽക്കാലികം, മറ്റൊന്ന് ശാശ്വതമായും. മറ്റുള്ളവരെ പരിപാലിക്കേണ്ട കടമയിൽ നിന്ന് ആർക്കാണ് ഒഴിവുള്ളത്? ഈ ജോലിയിൽ നിന്ന് ആർക്കാണ് വിശ്രമിക്കാൻ കഴിയുക? ആരും നമ്മെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവ നിർവഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്ഷീണം കടന്നുപോകും, വിശ്രമം വരും. പക്ഷെ വിശ്രമം നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രമേ വരൂ. കപ്പൽ സഞ്ചരിച്ച് അതിന്റെ മാതൃരാജ്യത്തിലെത്തും, എന്നാൽ കപ്പൽ വഴിയല്ലാതെ അത് മാതൃരാജ്യത്ത് എത്തുകയില്ല, പാപ്പ ഓർമ്മിപ്പിച്ചു. 80 വൈദികർ സഹകാർമ്മികരായിരുന്നു. സെമിനാരി വിദ്യാർത്ഥികളും സന്യസ്തരും ഉൾപ്പെടെ 300ഓളം പേർ പാപ്പയുടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അതിൽ 60 രോഗികളും ഉണ്ടായിരുന്നു. സമീപത്തുള്ള നഗരങ്ങളിലെ 30 മേയർമാരും പങ്കെടുത്തു. കത്തീഡ്രലിന് വെളിയിൽ 100 കണക്കിന് ആളുകൾ പാപ്പയെ കാണാൻ തടിച്ചുകൂടിയിരുന്നു. പാപ്പ അവരെ അഭിവാദ്യം ചെയ്യുകയും കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ജൂലൈ 6-ാം തീയതിയാണ് ലയോ പാപ്പ അവധിക്കാല വിശ്രമത്തിനായി കാസ്റ്റൽ ഗാൻഡോൾഫോയിൽ എത്തിയത്. ജൂലൈ 20-ാം തീയതി ഉച്ചകഴിഞ്ഞ് അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചു. ഓഗസ്റ്റ് മധ്യത്തോടെ പാപ്പ വീണ്ടും കാസ്റ്റൽ ഗാൻഡോൾഫോയിലെത്തും. മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ഇവിടെയായിരിക്കും ആചരിക്കുന്നത്. ഓഗസ്റ്റ് 17-ന് വീണ്ടും വത്തിക്കാനിലേക്ക് മടങ്ങും. മാർപ്പാപ്പയെയും അപ്പസ്തോലിക പാലസിനെയും സംരക്ഷിക്കുന്നവരാണ് സ്വിസ് ഗാർഡ്. ലോകത്തിലെ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും പുരാതനവുമായ സൈന്യം. സ്വിസ് ഗാർഡിനെ കുറിച്ച് ചില വിശേഷങ്ങളിലേക്ക്. 1506-ൽ ജൂലിയസ് 2-ാമൻ പാപ്പയുടെ കീഴിലാണ് സ്വിസ് ഗാർഡുകളുടെ രൂപീകരണം നടന്നത്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തരായ പട്ടാളക്കാർ സ്വിസ്സുകൾ ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ക്ലെമന്റ് 7-ാമൻ പാപ്പയുടെ കാലത്താണ് ആ അനിഷ്ട സംഭവം നടന്നത്. ഫ്രഞ്ച് സൈന്യം റോമാ നഗരം ആക്രമിച്ച് കൊള്ളയടിക്കാൻ വന്നു. ആ സമയം മാർപ്പാപ്പയായിരുന്നത് ക്ലെമന്റ് 7-ാമനായിരുന്നു. പാപ്പയെ രക്ഷിക്കാനെത്തിയത് 176 സ്വിസ് സൈനികരായിരുന്നു. എന്നാൽ കരുത്തരായ ഫ്രഞ്ച് സൈന്യത്തോട് പോരടിച്ചു നിൽക്കാൻ സ്വിസ് സൈന്യത്തിനായില്ല. 42 പേർ ഒഴികെ എല്ലാവർക്കും ജീവഹാനി സംഭവിച്ചു. രക്ഷപ്പെട്ട ഈ 42 പേരാണ് മാർപ്പാപ്പയുടെ ജീവൻ രക്ഷിച്ചത്. പക്ഷേ 8 ദിവസങ്ങൾക്ക് ശേഷം ക്ലെമന്റ് 7-ാമന് ഫ്രഞ്ചുകാർക്ക് കീഴടങ്ങേണ്ടി വന്നു. അവരുടെ പല നിബന്ധനകളും പാപ്പയ്ക്ക് അനുസരിക്കേണ്ടതായും വന്നു. തുടർന്ന് പാപ്പ സ്വിസ് ഗാർഡിനെ പിരിച്ചുവിട്ടു. ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നുമുള്ള 200 കൂലിപ്പട്ടാളക്കാരെ മാർപ്പാപ്പയുടെ സംരക്ഷകരായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ പോൾ 3-ാമൻ മാർപ്പാപ്പ 1548 മാർച്ചിൽ സ്വിസ് ഗാർഡ് പുനഃസ്ഥാപിച്ചു. സൈനിക പോരാട്ട യൂണിറ്റ് എന്നതിന് പകരം സംരക്ഷണ യൂണിറ്റ് എന്ന പേരും നൽകി. 1929 ഫെബ്രുവരിയിലെ ലാറ്ററൻ ഉടമ്പടിയോടെയാണ് സ്വിസ് ഗാർഡ് വത്തിക്കാൻ സിറ്റിയുടെ ഔദ്യോഗിക സൈന്യമായി മാറിയത്. 1981 മെയ് 13-ന് ജോൺ പോൾ 2-ാമൻ പാപ്പയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് ശേഷം സ്വിസ് ഗാർഡുകൾ ഇപ്പോഴെന്നതുപോലെ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. മാർപ്പാപ്പയുടെ സംരക്ഷണ ചുമതലയിലാണ് അവർ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. എന്നാൽ അതിനു പുറമെ സിസ്റ്റൈൻ ചാപ്പൽ, പത്രോസിന്റെ ബസിലിക്ക, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ, വത്തിക്കാൻ മ്യൂസിയം എന്നിവയുടെയെല്ലാം സംരക്ഷണവും സ്വിസ് ഗാർഡിനാണുള്ളത്. ഇറ്റാലിയൻ പോലീസിന്റെയും സൈന്യത്തിന്റെയും സഹായം ഇക്കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. സ്വിസ് പൗരത്വമുള്ള റോമൻ കത്തോലിക്കരായ അവിവാഹിതരായ പുരുഷന്മാർക്കാണ്
സ്വിസ് ഗാർഡാകാനുള്ള യോഗ്യതയുള്ളത്. നല്ല ആരോഗ്യവാന്മാരും 19-നും 30-നും ഇടയിൽ പ്രായമുള്ളവരുമായിരിക്കണം അവർ. ഏറ്റവും കുറഞ്ഞത് 5 അടി 8 ഇഞ്ച് ഉയരവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം. സ്വിസ് ഗാർഡുകൾക്ക് ഏറ്റവും കുറഞ്ഞ സേവന കാലാവധി 2 വർഷമാണ്. സ്വിസ് ഗാർഡുകളുടെ എണ്ണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പ് 122 ആയിരുന്നു. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് 135 ആക്കി വർദ്ധിപ്പിച്ചു. എല്ലാ വർഷവും വത്തിക്കാൻ 35 പേരെ സ്വിസ് ഗാർഡിലേക്ക് പുതുതായി എടുക്കുന്നുണ്ട്. 5 വർഷത്തെ സേവനത്തിന് ശേഷം മാത്രമേ സ്വിസ് ഗാർഡുകൾക്ക് വിവാഹിതരാകാനുള്ള അനുവാദമുള്ളൂ. സ്വിസ് ഗാർഡ് ആകാനുള്ള പരിശീലനം വളരെ കഠിനവും ദൈർഘ്യമേറിയതുമാണ്. ആയുധം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വെടിവെക്കണം, നിരീക്ഷണം, ആൾക്കൂട്ട നിയന്ത്രണം, വാളുകൾ, കുന്തങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യൽ, ആയോധന കലകളും ജൂഡോയും തുടങ്ങിയവയെല്ലാം ഇവർ അഭ്യസിച്ചിരിക്കണം. സ്വിസ് ഗാർഡുകളുടെ ആയുധപ്പുരയിൽ എല്ലാ നൂറ്റാണ്ടിലെയും ആയുധങ്ങളുണ്ട്. വിൻറ്റേജ് കവചങ്ങൾ മുതൽ സബ്മെഷീൻ തോക്കുകൾ വരെ. മെഡിസി, ഡെല്ലാറോവർ കുടുംബങ്ങളുടെ നിറങ്ങളായ കടും നീല, ചുവപ്പ്, മഞ്ഞ എന്നിവയാണ് ഇവരുടെ യൂണിഫോമിൻ്റെ നിറങ്ങൾ. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സ്വിസ് ഗാർഡ് വാളുകളും പൈക്കുകളും ധരിക്കുകയും വെളുത്ത റഫുകളും ഉയർന്ന പ്ലംഡ് ഹെൽമെറ്റുകളും ധരിച്ചിരിക്കണമെന്നുമുണ്ട്. ഇനി നമുക്ക് ലയോ പാപ്പയെ പഴയതുപോലെ വത്തിക്കാനിൽ കണ്ടുമുട്ടാം. വിശേഷങ്ങൾ അറിയാം. വത്തിക്കാൻ ഡയറിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഡയറി തുറക്കുന്നതുവരെ ചെറിയൊരു ഇടവേള.